نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളുമുണ്ട്. വ്യത്യസ്തമായ രോഗങ്ങൾ പ്രയാസപ്പെടുന്ന 2-3 സഹോദരന്മാർ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 8-9 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായി ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈമാനിന്റെ പ്രാധാന്യവും ഈമാൻ വർദ്ധിക്കാൻ ഉതകുന്ന കാര്യങ്ങളും ഈമാൻ കുറഞ്ഞു പോകാൻ നിമിത്തമായേക്കാവുന്ന കാരണങ്ങളുമൊക്കെ വിശദീകരിച്ചു. ഈമാൻ ഒരു വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരിൽ അവൻ എങ്ങനെ വ്യതിരിക്തമാകുന്നു എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. ശരിയായ വിശ്വാസം സ്വീകരിക്കുക, ശരിയായ ഈമാനിലേക്ക് എത്തുക എന്നത് അല്ലാഹു തആല നൽകുന്ന വലിയ നിഅമത്താണ്, തൗഫീഖാണ്. റബ്ബ് എടുത്തു പറഞ്ഞ അനുഗ്രഹമാണത്.
ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. അല്ലാഹു തആല അറാബികളായ ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വചനമാണ്, നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിലേക്ക്, ഈമാന്റെ വഴിയിലേക്ക് അല്ലാഹു തആല എത്തിച്ചു നിർത്തുന്നു എന്നത് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമായി എടുത്തു പറയുന്നുവെന്നാണ്. വലിയ നിഅമത്താണ്, വലിയ തൗഫീഖാണ് ശരിയായ അഖീദ പ്രകാരം ജീവിക്കാൻ കഴിയുക, ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുക, ഈമാൻ ഉൾക്കൊള്ളുക, മുഅ്മിനായി ജീവിക്കുക എന്നൊക്കെ വലിയ അനുഗ്രഹം തന്നെയാണ്. അതുപോലെയുള്ള മറ്റൊരു അനുഗ്രഹമാണ് ആ ഈമാന്റെ വഴിയിൽ നിലനിൽക്കുക എന്നത്. ഹിദായത്ത് കിട്ടി, വിശ്വാസമൊക്കെ ശരിയായി, പക്ഷെ ഏത് നിമിഷവും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വഴിമാറി സഞ്ചരിക്കുവാൻ, വ്യതിയാനം സംഭവിക്കുവാൻ ഒരുപക്ഷെ നിമിഷങ്ങൾ മതിയായേക്കാം. ചെറിയൊരു ചിന്താഗതിയിൽ വരുന്ന മാറ്റം, ഒരാളുമായുള്ള സഹവാസം, ഏതെങ്കിലും ഒരു സാഹചര്യം, അത് മതിയായേക്കാം ഈമാനിൽ നിന്ന് അകന്നുപോയി വിശ്വാസം പിഴച്ച് ഒരുപക്ഷെ സ്വർഗം പോയി നഷ്ടമായി നരകാവകാശിയായി മാറാൻ ഏതാനും ചെറിയ സാഹചര്യങ്ങൾ മാത്രം മതിയായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഖൽബിൽ സൈഗ് ഉണ്ടാകും, വ്യതിയാനം ഉണ്ടാകുമെന്ന്. ആ വ്യതിയാനം ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥന പോലും പഠിപ്പിച്ചു. അതാണ് ഓതി വെച്ച ആയത്ത്, വലാ തുസീ ഖുലൂബനാ റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, ഞങ്ങൾ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങൾ ഹൃദയങ്ങൾ നീ തെറ്റിച്ചു കളയില്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ആലി ഇമ്രാൻ സൂറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നിർവഹിച്ച പ്രാർത്ഥന എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ദീനിൽ എന്റെ ഖൽബിനെ നീ ഉറപ്പിക്കണേ എന്ന് നബി തങ്ങൾ ധാരാളമായി ദുആ ചെയ്യുമായിരുന്നുവെന്നാണ്. ഖൽബ് മാറാൻ എളുപ്പമുണ്ട്. എത്ര വലിയ ഈമാനുള്ളവനും, എത്ര വലിയ മുത്തഖിയാണെങ്കിലും, എങ്ങനെയൊക്കെ നല്ലവരായി ജീവിക്കുന്നവരാണെങ്കിലും ശരി, നിമിഷ നേരം കൊണ്ട് ഖൽബ് മാറിപ്പോയേക്കാം. ഖൽബ് എന്ന പദം തന്നെയും ആ സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് ഹൃദയത്തിൽ അറബിയിൽ നിശ്ചയിക്കപ്പെട്ടത്. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിഞ്ഞു, മാറി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. മനുഷ്യന്റെ മനസ്സുകൾക്ക്, ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വരാൻ കാരണം ആ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. ഒന്ന് കേട്ടാൽ അത് ശരിയാണെന്ന് തോന്നും, മറ്റത് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നും, ഒരാളുമായി സംസാരിക്കുമ്പോൾ അവന് പറഞ്ഞതാണ് ന്യായമെന്ന് തോന്നും, മറ്റൊരാൾ മറുവശം പറയുമ്പോൾ അതാണ് ന്യായമെന്ന് തോന്നും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞു നിൽക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ് ഖൽബ് എന്ന പദം തന്നെ അതിന് ഉപയോഗിക്കപ്പെട്ടത്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ തെറ്റിപ്പോയേക്കാം. പലപ്പോഴും അതിന് നിമിത്തമാകുന്ന ചില സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു കാണാം. ഒന്ന് തഖ്ലീദുൻ അഅ്മ എന്നാണ്. അന്ധമായ അനുകരണങ്ങൾ ഒരു മനുഷ്യന്റെ ഈമാൻ തെറ്റാൻ കാരണമാകും. ആ അനുകരണം ആരോടുമാകാം, ഒരുപക്ഷെ കുടുംബത്തോടുള്ള അനുകരണമാകാം, ഒരു വ്യക്തിയോടുള്ള അനുകരണമാകാം, ഒരു സംഘടനയോടുള്ള നേതാക്കന്മാരുടെ അനുകരണമാകാം, അതല്ലെങ്കിൽ ഏത് തരത്തിലുമാകാം ആ അനുകരണം. തഖ്ലീദുൻ അഅ്മ, എത്ര തെറ്റാണെന്ന് ബോധ്യമായാലും ശരി, അയാൾ പറഞ്ഞെടുത്ത് ഞാൻ നിൽക്കും, അതിനൊപ്പം എനിക്കൊന്നില്ല എന്ന നിലപാടാണെങ്കിൽ ഈമാൻ തെറ്റാൻ അത് കാരണമായേക്കാം. എന്റെ കുടുംബം എന്താണ് തീരുമാനിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടാകും, അത് എന്റെ നാട്ടുകാരുടെ തീരുമാനം എന്താണോ അതാണ് എനിക്ക് തീരുമാനം, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ തഖ്ലീദുൻ അഅ്മയാണ്, അന്ധമായ അനുകരണമാണ്. അത് പിതാക്കളുടെ പേരിൽ ജാഹിലിയ്യ കാലത്തെ മുശ്രിക്കുകൾ സ്വീകരിച്ചു പോന്ന
തഖ്ലീദായി ഞങ്ങളെ പിതാക്കന്മാർ ഇങ്ങനെയാണ്, ഇന്നാ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളെ പൂർവികന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾക്കത് മതി എന്ന് പ്രഖ്യാപിച്ചതായി മക്കയിലെ അറബികളെ കുറിച്ച്, ജാഹിലിയ്യ കാലത്തെ അറബികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ ബോധ്യപ്പെടുത്തിയാലും ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ കാക്കക്കാരന്മാരായി പ്രപിതാക്കന്മാരായി അങ്ങനെയാണ് ശീലിച്ചു പോകുന്നത്, അതുകൊണ്ട് അതിനപ്പുറത്തിന് മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ മഹാഭൂരിപക്ഷം ഇങ്ങനെയാണ്. എനിക്കതേ ആവശ്യമുള്ളൂ, ഈ മനുഷ്യന്മാരെല്ലാം പിഴച്ചു പോയെങ്കിൽ പിന്നെ ഞാനും പിഴച്ചോട്ടെ എന്ന് വരെ പറയുന്ന ആളുകളെ നമുക്കിന്നും കാണാൻ സാധിക്കാറുണ്ട്. അതൊക്കെ ഈമാൻ തെറ്റിപ്പോകാൻ, വ്യതിയാനം സംഭവിക്കുവാൻ നിമിത്തമായേക്കാവുന്ന കാര്യമാണ് എന്നാണ് നാം അതിന് ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ എന്തുണ്ടോ അതിനോടാണ് തഖ്ലീദുള്ളത്. അല്ല പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ, ഇനി അതിനെതിരായി ആര് പറഞ്ഞാലും അതൊന്നും സ്വീകാര്യമല്ല. സമിഅ്നാ വഅത്വഅ്നാ, കേട്ടു അനുസരിച്ചുവെന്ന നിലപാടാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അതേസമയം അല്ലാത്തവരോട് ആ നിലപാടാണെങ്കിൽ അത് വ്യതിയാനം സംഭവിക്കാൻ കാരണമായി മാറും. അതുപോലെ മറ്റൊരു കാരണമാണ് അഹങ്കാരം എന്നത്. ഒരു കിബർ, ഞാൻ വിചാരിച്ചത് ചെയ്യൂ, ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കൂ എന്ന ഒരു അഹങ്കാരം, ഇസ്തിക്ബാർ, അഹങ്കാരം നിൽക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ സത്യത്തോട് പോലും പുറംതിരിഞ്ഞു നിൽക്കാൻ അത് കാരണമായി മാറിയേക്കാം എന്ന് പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് കിബർ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ നൽകിയ വിശദീകരണം പോലും അതാണല്ലോ. സത്യത്തെ അവമതിക്കലും ജനങ്ങളെ പുച്ഛിക്കലുമാണ് കിബർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന വിശദീകരണം. സത്യമാണെന്ന് ബോധ്യമായാലും ശരി, സ്വീകരിക്കാതിരിക്കുക എന്ന കിബർ അതൊരു മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക്, വലാലത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അറിവില്ലായ്മ മറ്റൊരു കാരണമാണ്. പഠിക്കാൻ തയ്യാറല്ല, ചോദിക്കാൻ തയ്യാറല്ല, അന്വേഷിക്കാൻ തയ്യാറല്ല, ഇത് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാനും തയ്യാറില്ല, എല്ലാം തികഞ്ഞവനാണ് എന്ന മട്ടിലുള്ള രീതിയാണെങ്കിൽ ഈമാൻ തെറ്റിപ്പോകാൻ നിമിത്തമായേക്കാം. അല്ലാഹു നമ്മെ പഠിപ്പിച്ച മര്യാദ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ എന്നാണ്. നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു പഠിക്കുക എന്നാണ്. സ്വഹാബിമാര് പോലും ചോദിക്കാൻ മടിച്ചിട്ടില്ല, അറിയില്ല എന്ന് പറയാൻ മടി കാണിച്ചിട്ടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ മദീന പള്ളിയിൽ ദീന് പഠിപ്പിച്ചിരുന്ന മഹാനായ ആലിമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച മനുഷ്യൻ. ലോകത്ത് ആദ്യമായി ഹദീസ് സമാഹാരം അൽ മുവത്ത എന്ന ഗ്രന്ഥം, ലോക ചരിത്രത്തിൽ ഒന്നാമത്തെ ഹദീസ് സമാഹാര ഗ്രന്ഥം സമാഹരിച്ച മഹാനായ പണ്ഡിതൻ. മദീന പള്ളിയിൽ നിമിതങ്ങളുടെ മിമ്പറിന്റെ ഭാഗത്ത് നിന്ന് ദീന് പഠിപ്പിച്ചിരുന്ന ആ മഹാമനുഷ്യരോട് പല സംശയങ്ങളും ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. ഒരു ക്ലാസ്സിൽ 48 ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൽ 32 ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നാണ്. ഏറ്റവും അധികം ചരിത്രത്തിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടത് ഇമാം മാലിക്കിന്റെ വിഷയത്തിലാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇത്ര വലിയ ഒരു ആലിമായിട്ട്, ഒരു മഹാപണ്ഡിതനായി, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായിട്ട് അറിയില്ല എന്ന് പറയാൻ ലജ്ജയില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം, ഞാൻ എന്ത് ലജ്ജിക്കണം, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പറഞ്ഞ മറുപടിയാണല്ലോ അത് എന്നാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന് മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അബ്ബേ, ഞങ്ങൾക്ക് യാതൊരു ഇൽമുമില്ല, ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു ഇൽമും ഞങ്ങൾക്കില്ല റബ്ബേ എന്ന് മലക്കുകൾ പറഞ്ഞുവെങ്കിൽ പിന്നെ ഈ മാലിക് എന്തിനാണ് ലജ്ജിക്കുന്നത് എന്നാണ് അദ്ദേഹം തിരിച്ചവിടെ ചോദിച്ചത്. അദ്ദേഹം പറയുമായിരുന്നു, നമ്മുടെ ആളുകൾക്ക് ലാ അദ്രി എന്ന് പറയാൻ പഠിപ്പിക്കണമെന്നാണ്, അറിയില്ല എന്ന് പറയാൻ പഠിപ്പിക്കണം. എല്ലാത്തിനും ഉത്തരം പറയണമെന്നല്ല, എല്ലാ വിവരവും ഉണ്ട് എന്ന് നാട്യമല്ല. ആ നാട്യങ്ങൾ പലപ്പോഴും ഈമാൻ തെറ്റിപ്പോയേക്കാം. പിന്നെ വാശിയായി അത് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളായി അങ്ങനെ അവസാനം തന്റെ ഈമാനം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ സ്വഭാവം നമ്മെ ചെന്നെത്തിക്കുക. അതിനാൽ തന്നെ അത്തരം ശൈലികൾ ശരിയല്ല. നമ്മൾ പഠിക്കുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന ബോധ്യമെങ്കിലും ഉണ്ടാവുക. എനിക്കറിയില്ല എന്നറിഞ്ഞാൽ തന്നെ പകുതി അറിവായി എന്നാണ്. നിസ്ഫുൽ ഇൽമി ലാ അദ്രി എന്നാണ്. എനിക്കറിയില്ല എന്നത് ഇൽമിന്റെ പകുതിയാണ്. അറിയില്ല എന്ന് അറിയുമെങ്കിൽ അയാളെ കൊണ്ട് പൊതുവെ ഫിത്ന ഉണ്ടാവുകയില്ല. അയാൾ ചോദിച്ചാൽ ബോധ്യമുള്ളതേ പറയൂ, അല്ലാത്താണെങ്കിൽ അതെനിക്കറിയില്ല, അന്വേഷിച്ച് പറയാം,
പഠിച്ചു പറയാം എന്ന് പറയാൻ അയാൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അഹങ്കാരമില്ലാത്ത വിനയമുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത്. നാലാമതായി പിഴച്ച ആളുകൾ, ഈമാൻ തെറ്റിപ്പോയ ആളുകൾ, അവരുടെ സഹവാസങ്ങൾ പലപ്പോഴും നമ്മുടെ ഈമാനെ തെറ്റിക്കാൻ നിമിത്തമായേക്കാം. തെറ്റായ അഖീദയുള്ള ആളുകൾ, തെറ്റായ വിശ്വാസമുള്ള ആളുകൾ, അവരുമായുള്ള സഹവാസങ്ങൾ അത് പലപ്പോഴും പ്രയാസമുണ്ടാക്കുമെന്നാണ്. അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ലാ തുജാലിസ് സാഹിബ സൈറിൻ ഫയസീഗു ഖൽബുക. ലാ തുജാലിസ് സാഹിബ സൈറിൻ, വ്യതിയാനം സംഭവിച്ച ഒരാളുമായി നീ സഹവസിക്കരുത്, അയാളെ കൂടെ നീ ഇരിക്കരുത്. ഫയസീഗു ഖൽബുക, കാരണം എന്റെ കൽബും വ്യതിചലിച്ചു പോകാൻ അത് നിമിത്തമായേക്കാം. അയാളുമായി സംസാരിക്കുമ്പോ അയാൾ ചില വസ്വാസുകൾ മനസ്സിലേക്ക് ഇട്ടുതരും, അയാൾ ചില സംശയങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. ഒരു പക്ഷെ ആ സംശയത്തിന് കൃത്യമായ മറുപടി കണ്ടെത്താൻ നമുക്കൊരു പക്ഷേ സാധിക്കണമെന്നില്ല. അത് മനസ്സിലവിടെ കിടന്ന് അവസാനം അത് പിന്നെ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ പോലും കാരണമായി മാറിയേക്കാമെന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുമായി സഹവസിക്കാം. ഇന്നത്തെ കാലത്താണെങ്കിലും എല്ലാ പ്രസംഗം കേട്ട്, എല്ലാ ലിങ്കിലും കയറി, എല്ലാ ഗ്രൂപ്പിലും കയറി, എല്ലാ ചർച്ചയിലും പങ്കെടുത്ത് അവസാനം ഈമാൻ തെറ്റിപ്പോണ എത്രയോ മനുഷ്യന്മാരുണ്ട്. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് കരുതി, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ആ സൈറ്റിൽ പോയി കയറുക. അതിൽ അവൻ ചെന്നിട്ട് ആ ലിങ്ക് കയറി നോക്കുക. പക്ഷേ അവസാനം ചില വസ്വാസുകൾ മനസ്സിൽ കയറുന്നു. കൃത്യമായ മറുപടി കണ്ടെത്താൻ ഒരു പക്ഷെ അവന് സാധിക്കണമെന്നില്ല. അത് അവന്റെ മനസ്സിൽ സംശയമായി ബാക്കിയാവുകയും ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുകയും അവസാനം മതം തന്നെ ഉപേക്ഷിച്ച് മതം ആവശ്യമില്ലെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിറങ്ങുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു റസൂലും പഠിപ്പിച്ചതിനെ ഒഴിവാക്കാൻ തയ്യാറല്ല. ആരെന്തു പറഞ്ഞാലും അത് ഒഴിവാക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്ന ആ ഉറച്ച നിലപാടാണ് നമുക്ക് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലസ്തു താരികൻ ശൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു കാര്യവും അത് ചെയ്യാതെ ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല. ആരെന്തു പറഞ്ഞാലും ശരി അത് ഒഴിവാക്കാൻ ഞാനില്ല. കാരണം ഇന്നി ലഅഖ്ശാ ഇൻ തറക്തു ശൈഅൻ മിൻ അംരിഹി അൻ അസീറ. നബിതങ്ങളുടെ ഈ വല്ല കൽപ്പനയും ഞാൻ ഒഴിവാക്കിയാൽ ഞാൻ തെറ്റിപ്പോകുമെന്ന് ഭയപ്പെടുന്നുവെന്നാണ്. നബി ഒരു കാര്യം പഠിപ്പിച്ചാൽ എന്താ ഹദീസ് അങ്ങനെ, എന്താ ഈ ആയത്ത് അങ്ങനെ, എന്താ ഇസ്ലാമിൽ ഇങ്ങനെ, അത് ശരിയായില്ലല്ലോ, അത് യുക്തിക്ക് യോജിക്കുന്നില്ലല്ലോ, അത് ബുദ്ധിയോട് യോജിക്കുന്നില്ലല്ലോ എന്ന സംശയമുണ്ടായി അല്ലാഹു റസൂലും പഠിപ്പിച്ചൊരു കാര്യം വേണ്ടെന്ന് വെക്കുന്നുവെങ്കിൽ ഞാൻ പിഴച്ചു പോകാൻ നിമിത്തമായി മാറുമെന്ന് പഠിപ്പിച്ചത് ഭയപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് എനിക്കെല്ലാം അറിയുമെന്ന നാട്യമല്ല, എന്നെ പഠിപ്പിക്കാൻ ആരും വേണ്ട എന്നല്ല, എനിക്കാരും ചോദിക്കേണ്ട കാര്യമില്ല എന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല എന്നല്ല. അതൊക്കെ അഹങ്കാരമാണ്, കിബറാണ്. എനിക്കൊന്നും അറിയില്ല, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന് മലക്കുകൾ പറഞ്ഞ ആ നിലപാട്, റബ്ബേ ഒന്നും അറിയില്ല റബ്ബേ, നീ പഠിപ്പിച്ചു തന്ന വല്ലതും ഉണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നും അറിയില്ല, ഞാൻ ഒന്നും അറിയാത്തോ റബ്ബേ എന്ന റബ്ബിനോട് ഇൽമിനെ ചോദിക്കാം. നബി തങ്ങൾ അല്ലാഹു തആല പറഞ്ഞുവല്ലോ, വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു നൽകണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് നബിയോടാണ് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്. വഹയുള്ള പ്രവാചകരാണ്. ആ നബിയേക്കാൾ വലിയ ആലിമ് ലോകത്താരാണുള്ളത്? ആ നബിയേക്കാൾ ഇൽമുള്ള മറ്റാരാ ഉള്ളത്? ആ നബിയുടെ പ്രാർത്ഥനയാണ് റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ ഇൽമ് നീ വർദ്ധിപ്പിക്കണേ, അറിവ് നീ വർദ്ധിപ്പിക്കണേ എന്നാണ്. അതുകൊണ്ട് അറിവില്ല, ഒന്നുമില്ല എന്ന തിരിച്ചറിവും അറിവിന് വേണ്ടിയുള്ള പ്രാർത്ഥനവും ദാഹവും പഠിക്കാനുള്ള പരിശ്രമങ്ങളും ഇൽമ് തേടി എവിടെയും പോകാനും എന്തു ത്യാഗം ചെയ്യാനും അതിനുവേണ്ടി അറ്റം വരെ സഞ്ചരിക്കാനും തയ്യാറാകുന്നുവെങ്കിൽ ആ മനസ്സാണ് ഈമാൻ നിലനിൽക്കാനുള്ള നിമിത്തമായി മാറുക. ആ നിലക്ക് നമ്മുടെ ഈമാനെ സംരക്ഷിച്ച് തെറ്റിപ്പോകാൻ ഇടയായേക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്ന് ഇൽമിന്റെ കൂടെ, ഇൽമുള്ള ആളുകളുടെ കൂടെ, അത്തരം കൂട്ടായ്മയുടെ കൂടെ ഒക്കെ സഞ്ചരിച്ച് സഹവസിച്ച് മുന്നോട്ട് പോയാൽ നമുക്കവിടെ ഒരു സുരക്ഷിത വലയമായി അത് ഉണ്ടാകും. അത്തരം ഒരു രീതിയിലേക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും അതിൽ തെറ്റിപ്പോകുമോ എന്ന ഭയമുണ്ടാവുകയും ചെയ്യുക എന്നതും ഈമാന്റെ ഭാഗം തന്നെയാണ്. എപ്പോഴും ആ ഒരു ആശങ്ക, വ്യതിയാനമുണ്ടാകുമോ, തെറ്റിപ്പോകുമോ, എന്റെ ഈമാൻ ശരിയല്ലേ എന്ന ആ ഒരു ആശങ്കയും അത് ശരിയാക്കാനുള്ള പരിശ്രമവും അതിനുള്ള പ്രാർത്ഥനയും തന്നെയാണ് ഏറ്റവും പ്രധാനം. സൂചിപ്പിച്ച 2 ദുആകൾ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞ ആ പ്രാർത്ഥന, റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബേ നീ ഹിദായത്ത് നൽകിയ ശേഷം പിന്നെ നീ ഞങ്ങൾ തെറ്റിക്കുന്ന റബ്ബേ എന്നാണ്. അപ്പൊ ഹിദായത്ത് കിട്ടിയാലും തെറ്റിപ്പോയേക്കാം. എത്ര വലിയ ഈമാനാണെങ്കിലും എത്ര വലിയ മുഅ്മിനും മുത്തഖീയുമാണെങ്കിലും തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട് എന്നർത്ഥം. പിശാച് പിന്നാലെയുണ്ട്. ഏതെങ്കിലും സാഹചര്യം കാരണമായി തെറ്റിപ്പോയേക്കാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കാണാം, റബ്ബേ വജ്നുബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ ഞാനും എന്റെ മക്കളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ, അകറ്റണമേ എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുന്നവർ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്തെ സൃഷ്ടികളിൽ 2ാം സ്ഥാനം ഇബ്രാഹിം നബിക്കാണ്. അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയെ നിർമ്മിച്ചവരാണ് അദ്ദേഹം. ഇബ്രാഹിം അല്ലദീ വഫാ, കടമകളെല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് അല്ലാഹു തആല ഖിയാമത്ത് വരെയുള്ള മനുഷ്യന്മാരെ കൊണ്ട് ഓദിപ്പിക്കുന്ന രൂപത്തിൽ സാക്ഷ്യപ്പെടുത്തിയവരാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, റബ്ബേ ഞാനും എന്റെ മക്കളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ കാക്കണമേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ ആ ഭയപ്പാട് തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ പേരമകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം മരണസമയത്ത് മക്കളെ വിളിച്ചുകൂട്ടിയിരിക്കുന്ന വസിയ്യത്ത് സൂറത്ത് ബഖറയിൽ കാണാം. അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദുന മിൻ ബഅദി. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണമാസന്നമായപ്പോൾ നിങ്ങൾ സാക്ഷിയായിരുന്നുവോ അവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അക്കാര്യം സൂറത്ത് ബഖറയിൽ പരാമർശിച്ചത്. മക്കളെ ഞാൻ വിളിച്ചുകൂട്ടിയിരിക്കുന്ന വസിയ്യത്ത്, മക്കളെ വാപ്പ മരിച്ചുപോയാൽ ഏതൊരു ആരാധനയാണ് നിങ്ങൾ ആരാധിക്കുക എന്നാണ് വാപ്പ ചോദിക്കുന്ന വസിയ്യത്ത്. നബിയാണ്, നബിയുടെ മകനാണ്, നബിയുടെ പേരക്കുട്ടിയാണ്, നബിയുടെ പിതാവാണ്. അങ്ങനെ ആ കുടുംബം തന്നെ മൊത്തം അമ്പിയാക്കന്മാരുടെ കുടുംബമാണ്. എന്നിട്ടാണ് തന്റെ മക്കൾ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കയുള്ള മക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് ചോദിക്കുന്ന, മക്കളെ വാപ്പാന്റെ കാലശേഷം ഏതു ആരാധനയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് ചോദിക്കുകയും, പേടിക്കേണ്ട വാപ്പ, നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും എല്ലാം കാണിച്ചു തന്ന അവരൊക്കെ ആരാധിച്ച ഏകനായ ആരാധ്യൻ, ആ ആരാധന മാത്രമേ ഞങ്ങൾ ആരാധിക്കൂവെന്ന് വാപ്പാക്ക് വാക്ക് കൊടുത്തിട്ടാണ്, ആ സമാധാനത്തിലാണ് വാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോകുന്നത്. ഒരു മാതൃക നമുക്കവിടെ ഉണ്ട്. അപ്പൊ എപ്പോഴും തെറ്റുമോ എന്ന ഭയം, മക്കൾ വ്യതിചലിച്ചു പോകുമോ, മക്കളുടെ ഈമാൻ തെറ്റുമോ എന്ന പേടി പിതാക്കന്മാർക്കുണ്ടാകണം. നമ്മുടെ ഈമാൻ തെറ്റുമോ എന്ന ഭയം നമുക്കുണ്ടാകണം. രക്ഷപ്പെടാൻ ആവശ്യമായ വഴികൾ നമ്മൾ തേടണം. പ്രാർത്ഥന അതിൽ പ്രധാനം തന്നെയാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, ആലി ഇംറാനിലെ ഈ പ്രാർത്ഥനയും, അതേപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന ആ പ്രാർത്ഥനയും എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അത് ഒരു സുരക്ഷയാണ്. അതോടൊപ്പം ശരിയായ ഈമാൻ എന്തെന്ന് അന്വേഷിക്കാനും പഠിക്കാനും അതിനെ കൂടെ സഞ്ചരിക്കാനും തയ്യാറാവുക. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ഇടപെടാതിരിക്കുക. വെറുതെ എല്ലാത്തിലും പോയി കയറി കുത്തി എല്ലാത്തിനും അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാ ചർച്ചയിലും പങ്കെടുത്ത് എനിക്കെല്ലാം അറിയാമെന്ന മട്ടിൽ എന്തിനും ഏതിനും പ്രതികരിക്കാൻ ചെന്നാൽ ഒരുപക്ഷെ അവസാനം വസ്വാസായി ഈമാൻ തെറ്റിപ്പോയി സ്വർഗം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അതില്ലാതിരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളുടെ കൂടെ സഞ്ചരിക്കാനുള്ള നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുക. അല്ലാഹു തആല പഠിപ്പിച്ചാൽ, അവന്റെ റസൂല് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ലാതെ അംഗീകരിക്കുമെന്ന ഷഹാദത്തിനെ സാക്ഷാത്കരിക്കുന്ന നിലപാടാണ് നമുക്കുണ്ടാവേണ്ടത്. ആ നിലക്ക് ഈമാന്റെ കൂടെ സഞ്ചരിക്കാൻ
നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.